കർത്താവിൽ പ്രിയരെ, ദൈവവചനം ധ്യാനിക്കുവാൻ താങ്കളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് മനുഷ്യൻ നേരിടുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം എന്ന് പറയുന്നത് സാത്താൻ്റെ സാന്നിധ്യമാണ്. വെളിപ്പാട് പുസ്തകം 20-2-3 വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുകയാണ്: പിശാചും സാത്താനും എന്നുള്ള പഴയ പാമ്പായ മഹാസർപ്പത്തെ ജാതികളെ വഞ്ചിക്കാതിരിപ്പാൻ. അപ്പോൾ മനുഷ്യരെ വഞ്ചിക്കുക എന്നുള്ളതാണ് ഈ പിശാചിൻ്റെ പരിശ്രമം. അങ്ങനെയാണ് ലോകത്തിൽ യുദ്ധങ്ങളും പ്രശ്നങ്ങളും ആക്രമണങ്ങളും എല്ലാം ഉണ്ടാകുന്നത്. ഇതിന് എപ്പോഴും ഈ അവസ്ഥ തുടരുമോ? ഇതിനൊരു പരിഹാരമുണ്ടാകുമോ? ദൈവത്തിൻ്റെ വചനം പറയുന്നത് യെഹെസ്കേൽ പ്രവചനം 28-18 വാക്യം: നിന്റെ അകൃത്യ ബാഹുല്യം കൊണ്ടും നിന്റെ വ്യാപാരത്തിൻ്റെ നീതികേട് കൊണ്ടും നീ നിന്റെ വിശുദ്ധ മന്ദിരങ്ങളെ അശുദ്ധമാക്കി. അതുകൊണ്ട് ഞാൻ നിന്റെ നടുവിൽ നിന്ന് ഒരു തീ പുറപ്പെടുവിക്കും, അത് നിന്നെ ദഹിപ്പിച്ചു കളയും. നിന്നെ കാണുന്ന ഏവരുടെയും മുമ്പിൽ ഞാൻ നിന്നെ നിലത്ത് ഭസ്മമാക്കി കളയും. അപ്പോൾ ഒരു ദിവസം വരും, അന്ന് സാത്താൻ നശിപ്പിക്കപ്പെടും, ഭസ്മമാക്കി കളയും എന്ന് വചനം പറയുന്നു. യെഹെസ്കേൽ 28-19: ജാതികളിൽ നിന്നെ അറിയുന്നവരെല്ലാവരും നിന്നെ കണ്ട് സ്തംഭിച്ചു പോകും. നിനക്ക് ശീഘ്രനാശം ഭവിച്ചിട്ട് നീ സദാകാലത്തേക്കും ഇല്ലാതെയാവും. മലാഖി പ്രവചനം 4-1 വാക്യം: ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരും, അപ്പോൾ അഹങ്കാരികളൊക്കെയും സകല ദുഷ്പ്രവർത്തിക്കാരും താളടിയാകും. വരുവാനുള്ള ആ ദിവസം വേരും കൊമ്പും ശേഷിപ്പിക്കാതെ അവരെ ദഹിപ്പിച്ചു കളയും എന്ന് സൈന്യങ്ങൾ യഹോവ അരുളിച്ചെയ്യുന്നു. ഇവിടെ വേര് എന്നുദ്ദേശിക്കുന്നത് ഈ സകല പ്രശ്നങ്ങൾക്കും കാരണക്കാരനായ സാത്താനെയാണ്. അപ്പോൾ സാത്താനും കൊമ്പെന്നുദ്ദേശിക്കുന്നത് സാത്താനിലെ അനുയായികളാണ്. ഒന്നിനെയും ശേഷിപ്പിക്കാതെ അവരെ ദഹിപ്പിച്ചു കളയും എന്ന് ദൈവം അരുളിച്ചെയ്യുന്നു. സാത്താൻ്റെ അനുയായികൾക്ക് എന്ത് സംഭവിക്കും? മലാഖി 4-3: ഞാൻ ഉണ്ടാക്കുവാനുള്ള ദിവസത്തിൽ ദുഷ്ടന്മാർ നിങ്ങളുടെ കാലിൻ കീഴിൽ വെണ്ണീറായിരിക്കൊണ്ട് നിങ്ങൾ അവരെ ചവിട്ടിക്കളയും എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളിച്ചെയ്യുന്നു. 9-ാം സങ്കീർത്തനത്തിൻ്റെ 5-6 വാക്യങ്ങൾ: നീ ജാതികളെ ശാസിച്ച് ദുഷ്ടനെ നശിപ്പിച്ച് അവരുടെ നാമത്തെ നീ സദാകാലത്തേക്കും മായ്ച്ചു കളഞ്ഞു. 6-ാം വാക്യം: ശത്രുക്കൾ മുടിഞ്ഞു സദാകാലത്തേക്ക് നശിച്ചിരിക്കുന്നു, അവരുടെ പട്ടണങ്ങളെ നീ മറിച്ചു കളഞ്ഞിരിക്കുന്നു, അവയുടെ ഓർമ്മ കൂടെ ഇല്ലാതെ ആയിരിക്കുന്നു. എബ്രായ ലേഖനം 2-14 വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു: മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ തൻ്റെ മരണത്താൽ നീക്കി. ഇംഗ്ലീഷിൽ ത്രൂ ഡെത്ത് ഹി മൈറ്റ് ഡിസ്ട്രോയ് ഹിം ദാറ്റ് ഹാഡ് ദ പവർ ഓഫ് ഡെത്ത്. അതായത് മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ നീക്കുക എന്നല്ല, നശിപ്പിക്കുക എന്നർത്ഥം. കർത്താവിൻ്റെ മരണത്തിൽ കൂടെ പിശാചിൻ്റെ മരണം ഉറപ്പാക്കുകയാണ് ചെയ്യുന്നത്. ലൂസിഫറിൻ്റെ താല്പര്യം എന്തായിരുന്നു? എന്ത് സിംഹാസനം ദൈവത്തിൻ്റെ നക്ഷത്രങ്ങൾക്ക് മീതെ ഉയർത്തും എന്നായിരുന്നു. പക്ഷെ ദൈവം എന്ത് പറയുന്നു? ഞാൻ നിന്നെ നിലം പരിച്ചാക്കും, താളടിയാക്കും, നിന്നെ താഴേക്ക് ഇറക്കിക്കൊണ്ടുവരും എന്നാണ്. അപ്പോൾ ഈ പ്രശ്നം പരിഹരിച്ച് കഴിയുമ്പോൾ ഉള്ള അവസ്ഥയെക്കുറിച്ച് ഗ്രേറ്റ് കോൺട്രവേഴ്സി എന്നുള്ള പുസ്തകത്തിൽ അവസാന ഭാഗത്ത് ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ദ ഗ്രേറ്റ് കോൺട്രവേഴ്സി ഈസ് എൻഡഡ്, സിൻ ആൻഡ് സിന്നേഴ്സ് ആർ നോ മോർ, ദി എൻറ്റയർ യൂണിവേഴ്സ് ഈസ് ക്ലീൻ. വൻ പോരാട്ടം, കർത്താവും സാത്താനുമായിട്ടുള്ളതായ വൻ പോരാട്ടം അവസാനിച്ചിരിക്കുന്നു. ഇനി പാപവും പാവികളും ഉണ്ടായിരിക്കുകയില്ല, അഖിലാണ്ടം മുഴുവനും ശുദ്ധീകരിക്കപ്പെടും എന്നെഴുതിയിരിക്കുന്നു. അപ്പോൾ സാത്താൻ നശിപ്പിക്കപ്പെട്ടതിന് ശേഷം വീണ്ടും ഒരു സാത്താൻ ഉണ്ടായി വരുമോ? പാപം ഇനിയും ഉണ്ടാകുമോ? ഈ പ്രശ്നം ഇനിയും നമ്മൾ അനുഭവിക്കേണ്ടി വരുമോ? അതിനെക്കുറിച്ച് നാഹൂം പ്രവാചകൻ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു. 1-ാം 9 വാക്യം: നിങ്ങൾ യഹോവയ്ക്ക് വിരോധമായി നിരൂപിക്കുന്നത് എന്ത്? അവൻ മുടിവ് വരുത്തും, കഷ്ടത 2 പ്രാവശ്യം പൊങ്ങി വരികയില്ല. മുടിവ് വരുത്തും എന്നുള്ളതിന് മേക്ക് ആൻ അട്ടർ എൻഡ്, പൂർണ്ണമായ
നാശം വരുത്തും എന്നാണ്. മേക്ക് ആൻ അത്തറേന്റ്, ഇതിന് അവസാനം വരുത്തും എന്നാണ്. നിങ്ങൾ യഹോവയ്ക്ക് വിരോധമായി നിരൂപിക്കുന്നതെന്ത്? അവൻ മുടിവ് വരുത്തും, കഷ്ടത 2 പ്രാവശ്യം പൊങ്ങി വരികയില്ല. ഇനിമേൽ അങ്ങനെ ഒരു അനുഭവം ഉണ്ടാകാൻ പോകുന്നില്ല എന്നാണ്. അപ്പോൾ എല്ലാം പൂർത്തിയായി കഴിയുമ്പോൾ ഒരു ക്ലീൻ യൂണിവേഴ്സ്, ശുദ്ധീകരിക്കപ്പെട്ടതായ ഒരു അഖിലാണ്ടം, അവിടെ സാത്താൻ ഉണ്ടായിരിക്കുകയില്ല, പാപവും മത്സരവും ഇനി ഉണ്ടാകുകയില്ല. ഇതാണ് ദൈവദിനത്തിൽ നാം കാണുന്നത്. സാത്താന് ഒരവസാനമുണ്ട്. ആ അവസാനത്തിൻ്റെ നാൾ അടുത്തു വരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ദൈവവചനങ്ങൾക്ക് വേണ്ടി തിരുനാമത്തിന് സ്തോത്രം. അതിലെ വലിയേറിയ സത്യങ്ങൾ തിരിച്ചറിയുവാൻ അവിടെ ഞങ്ങൾക്ക് സഹായിക്കണമേ. അവിടുന്ന് ശുദ്ധീകരിക്കുന്നതായ, പുതുതാക്കുന്നതായ പുതുവാന ഭൂമിയുടെ ഭാഗമാകുവാൻ ദൈവം ഞങ്ങളെ അനുഗ്രഹിക്കണമേ. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. ആമേൻ.